സംസ്ഥാനത്തെ സർക്കാർ ഗവർണർ പോരുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മാറ്റമില്ലാതെ ഗവർണർ സർക്കാർ പോര്. ഗവർണർ തൊടുപുഴ സന്ദർശിക്കുന്ന ദിവസം തന്നെ ഇടുക്കിയിൽ ഹർത്താലും തലസ്ഥാനത്ത് രാജ്ഭവൻ മാർച്ചും തീരുമാനിച്ച ഇടതുമുന്നണി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അന്നേ ദിവസം അതേ ജില്ലയിലെത്താനുള്ള തീരുമാനം വഴി താനും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഗവർണറും CPIM-ന് നൽകുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഒട്ടും അയവില്ല. SFI തുടർച്ചയായി കരിങ്കൊടി കാണിക്കുമ്പോഴും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് LDF നേരിട്ടിറങ്ങിയിരുന്നില്ല. നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കർഷക സംഘത്തിന്റെ രാജ്ഭവൻ മാർച്ച് ചൊവ്വാഴ്ച നടക്കും. ഇതേ ദിവസം ഇടുക്കിയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ജില്ലയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന സൂചനയാണ് ഹർത്താലും രാജ്ഭവൻ മാർച്ചും വഴി LDF-ഉം CPIM-ഉം നൽകുന്നത്. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് വായിക്കാൻ തയ്യാറാകുമോ എന്നതും കാത്തിരുന്നു കാണണം. 24 തിരുവനന്തപുരം.